വെൽക്കം ടു മൈ ചാനൽ സിവിൽ ടിപ്സ് ആൻഡ് ട്രിക്സ്. ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്ന ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ ഫ്യൂവൽസ് പാർട്ട് 2 ആണ്. ഓക്കെ, കേരള വാട്ടർ അതോറിറ്റിക്കും ലെക്ചറർ ഗ്രേഡ് 1 സിവിൽ എഞ്ചിനീയർ ലെക്ചറർ ഗ്രേഡ് 1 എക്സാംസ് കേരള PSCയുടെ നല്ല യൂസ്ഫുൾ ആയിരിക്കും. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ വീഡിയോ. ഫ്യൂവൽസിൻ്റെ പാർട്ട് 2 ആണ് എടുക്കുന്നത്. ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു സ്ഥലത്ത് ഹീറ്റ് കൊടുക്കുകയാണെങ്കിൽ മറ്റൊരു സ്ഥലത്തോട്ട് നമ്മൾ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യും. അതിനുള്ള ഓരോ മീഡിയം ഉണ്ട്. സോളിഡ് ഉണ്ട്, ലിക്വിഡ് ഉണ്ട്, ഗ്യാസ് ഉണ്ട്, വാക്യൂം ഉണ്ട്. ഓക്കെ, ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ട്രാൻസ്ഫർ ഹീറ്റ് ഫ്രം ഹൈ ടെമ്പറേച്ചർ റിസർവോയർ ടു ലോവർ ടെമ്പറേച്ചർ റിസർവോയർ. ഓക്കെ, എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ഫ്രം ഹൈ ടെമ്പറേച്ചർ റിസർവോയർ, ഏറ്റവും ഹൈ ടെമ്പറേച്ചർ റിസർവോയറിന് ലോ ടെമ്പറേച്ചർ റിസർവോയറിലോട്ട് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് പ്രോസസ്സിന് പറയുന്ന പേരാണ് ഹീറ്റ് ട്രാൻസ്ഫർ. ഓക്കെ, ഹീറ്റ് ട്രാൻസ്ഫർ ഇസ് ദ മൂവ്മെന്റ് ഓഫ് ഹീറ്റ് അക്രോസ് ദ ബൗണ്ടറി ഓഫ് ദ സിസ്റ്റം ഡ്യൂ ടു ദ ടെമ്പറേച്ചർ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സിസ്റ്റം ആൻഡ് ദ സറൗണ്ടിങ്സ്. ഓക്കെ, മോഡ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടക്ഷൻ, കൺവെക്ഷൻ ആൻഡ് റേഡിയേഷൻ. ഓക്കെ, കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ. കണ്ടക്ഷൻ വന്നിട്ട് സോളിഡിൽ നിന്നായിരിക്കും ഉണ്ടാകുന്നത്, കൺവെക്ഷൻ വന്ന് ലിക്വിഡിൽ നിന്നായിരിക്കും, റേഡിയേഷൻ ഗ്യാസിൽ നിന്നും ഉണ്ടാവും, വാക്യൂമും ഒരു മീഡിയം ആയിരിക്കും. ഓക്കെ, കണ്ടക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സാധാരണ വന്നിട്ട് കണ്ടക്ഷൻ സോളിഡ് മീഡിയത്തിലാണ് ഉണ്ടാകുന്നത്, കൺവെക്ഷൻ വന്നിട്ട് ലിക്വിഡ് മീഡിയത്തിലാണ് ഉണ്ടാകുന്നത്, റേഡിയേഷൻ വന്നിട്ട് ഉണ്ടാകുന്നത് ഗ്യാസും കാണത്തില്ല, സോളിഡും കാണത്തില്ല. അപ്പോൾ അത് വന്നിട്ട് വാക്യൂമിൽ കൂടെ ആയിരിക്കും റേഡിയേഷൻ നടക്കുന്നത്. വാക്യൂം പിന്നെ എർത്തിലോട്ട് വരുന്നതും റേഡിയേഷൻ വഴിയായിരിക്കും. അപ്പോൾ അത് എയർ വഴിയും വരാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, കണ്ടക്ഷൻ വന്നിട്ട് ഹീറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ത്രൂ എ സോളിഡ് മീഡിയം. ഈസ് ദ ഫ്ലോ ഓഫ് ഹീറ്റ് ഫ്രം പാർട്ട് ഓഫ് എ സബ്സ്റ്റൻസ് ടു അനദർ പാർട്ട് ഓർ സെയിം സബ്സ്റ്റൻസ് ഓർ ഫ്രം one substance to another in physical contact. It is with or without applicable of displacement of molecules of the substance. ഓക്കെ, എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പടം കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു റോഡിൽ ഒരറ്റത്ത് നമ്മൾ ഹീറ്റ് കൊടുക്കുകയാണെങ്കിൽ ആ ഹീറ്റ് വന്നിട്ട് ഒരറ്റത്തിൽ നിന്ന് മറ്റൊരു അറ്റത്തിലോട്ട് ഹീറ്റ് വന്നിട്ട് ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മളൊരു എക്സാമ്പിളായിട്ട് പറയാം. നമ്മൾ അടുക്കളയിൽ, ഓക്കെ, കിച്ചണിൽ വന്നിട്ട് നമ്മൾ സ്പൂണ് ഒക്കെ വന്നിട്ട് ജസ്റ്റ് ഒരു ഗ്യാസിൽ വെക്കുകയാണെന്ന് വെച്ചോ. ആ ഗ്യാസിൽ വെക്കുമ്പം അതിൽ നിന്ന് വരുന്ന ഹീറ്റ് സ്പൂണിൻ്റെ അറ്റത്തിലോട്ട് വരും. അപ്പം നമ്മൾ അറിയാതെ എങ്ങാനും അതിൻ്റെ ഒരു അറ്റം പിടിച്ചു കഴിഞ്ഞാൽ നല്ല ചൂടായിരിക്കും ഫീൽ ചെയ്യുന്നത്. അപ്പം അതൊരു എക്സാമ്പിളായിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, ഇതൊരു മെറ്റൽ റോഡാണ്. ഹീറ്റ് സപ്ലൈഡ് ടു വൺ എൻഡ് ആണ്. ഓക്കെ, എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈബ്രേറ്റിംഗ് ഓഫ് പാർട്ടിക്കിൾസ് ബമ്പിങ് എഗെയിൻസ്റ്റ് ഈച്ച് അതർ. ഓക്കെ, ഫസ്റ്റ് വന്നിട്ട് ബമ്പിങ് നടക്കത്തില്ല, പക്ഷേ ഹീറ്റ് വരുമ്പം വൈബ്രേഷൻ ഓഫ് പാർട്ടിക്കിൾസ് ബമ്പിങ് എഗെയിൻസ്റ്റ് ഈച്ച് അതർ. അപ്പോൾ ഇതിന് ഈ വൈബ്രേറ്റിംഗിന് പറയുന്ന പേരാണ് ലാറ്റിസ് വൈബ്രേഷൻ. ഓക്കെ, പിന്നെ തെർമൽ എനർജി ഫ്ലോയിങ്, ട്രാൻസ്ഫർ ഓഫ് കണ്ടക്ഷൻ. ഓക്കെ, കൺവെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റ് ട്രാൻസ്ഫേർഡ് ത്രൂ എ ലിക്വിഡ് മീഡിയം ഓർ എ ഫ്ലൂയിഡ് മീഡിയം. ഓക്കെ, ഹീറ്റ് ട്രാൻസ്ഫേർഡ് ത്രൂ എ ലിക്വിഡ് മീഡിയം ഓർ എ ഫ്ലൂയിഡ് മീഡിയം. ഹീറ്റ് ട്രാൻസ്ഫർ ടേക്സ് പ്ലേസ് ഇൻ ഫ്ലൂയിഡ് ഇൻവോൾവ്സ് ദ മൂവ്മെന്റ് ഓഫ് മാറ്റർ ഫ്രം hot region to cold region. This takes place because hot regions of the fluid are less dense than cooler regions, so will tend to rise.
കണ്ടക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺവെക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ടേക്സ് പ്ലേസ് ഇൻ ലിക്വിഡ് മീഡിയം. ഓക്കെ, ലിക്വിഡ് മീഡിയത്തിൽ നടക്കുന്നതിന് പറയുന്ന ട്രാൻസ്ഫർ ഹീറ്റ് നടക്കുന്നതിന് പറയുന്ന പേരാണ് കണ്ടക്ഷൻ. ഓക്കെ, അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു പാത്രത്തിൽ വാട്ടർ എടുക്കുകയാണെന്ന് വെച്ചാൽ ഓക്കെ, അത് വന്നിട്ട് നമ്മൾ ഹീറ്റ് ചെയ്യുമ്പം കുറച്ച് പേപ്പർ അതിലിട്ട് നോക്കണം. അപ്പോൾ എന്താവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പേപ്പർ വന്നിട്ട് കുറച്ച് നേരം 2 മിനിറ്റ് 3 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ആ പേപ്പർ താഴോട്ട് പോകും. ഓക്കെ, വെള്ളത്തിന് അടിയിലോട്ട് പോകും. അപ്പോൾ എങ്ങനെയായിരിക്കും പറയുന്നത്, താഴത്തെ ഫ്ലൂയിഡ് നല്ല ഹീറ്റായ ഫ്ലൂയിഡ്, മേളത്തെ ഫ്ലൂയിഡ് കോൾഡായ ഫ്ലൂയിഡായി. അപ്പോൾ ഈ നല്ല ഹീറ്റായ ഫ്ലൂയിഡ് ലൈറ്ററായി മാറും. അപ്പോൾ എന്താവും, ഹീറ്റായ ഫ്ലൂയിഡ് മേളിലോട്ട് വരും. അപ്പം മേളിലിരിക്കുന്ന ഫ്ലൂയിഡ് കോൾഡ് ആയതുകൊണ്ട് അത് താഴോട്ട് പോകും. അതാണ് പറയുന്നത് കൺവെക്ഷൻ. ഓക്കെ, ഹീറ്റ് ട്രാൻസ്ഫർ ടേക്സ് പ്ലേസ് ഇൻ ഫ്ലൂയിഡ് ഇൻവോൾവ്സ് എ മൂവ്മെന്റ് ഓഫ് matter from hot region to cold region. This takes place because hot regions of the fluid are less dense and cooler regions so tend to rise. Okay, as the warm fluid it is replaced by cooler fluid and above the cold convection current is set up. Convection are of two types, ഫ്രീ കൺവെക്ഷൻ, ഫോഴ്സ്ഡ് കൺവെക്ഷൻ ആയിരിക്കും. ഇതാണ് കൺവെക്ഷൻ. ഇതാണ് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഇലുസ്ട്രേഷൻ. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പാത്രം എടുക്കുക, അത് ചൂടാക്കി കഴിയുമ്പം താഴെ ഇരിക്കുന്ന ഹോട്ട് ഫ്ലൂയിഡ് വന്നിട്ട് മേളിലോട്ട് പോകും. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ലൈറ്ററായി മാറും. ഹോട്ട് ഫ്ലൂയിഡ് നല്ല ലൈറ്റ് ആയിരിക്കും, കോൾഡ് ഫ്ലൂയിഡിനെക്കാളും ഹോട്ട് ഫ്ലൂയിഡ് നല്ല ലൈറ്റ് ആയിരിക്കും. അപ്പോൾ കോൾഡ് ഫ്ലൂയിഡ് എന്താവും, താഴോട്ട് വരും. ഹോട്ട് ഫ്ലൂയിഡ് എന്താവും, മേളിലോട്ട് പോകും. റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ റേഡിയേഷൻ അധികം മീഡിയം ഒന്നും ആവശ്യമില്ല. ഓക്കെ, ഹീറ്റ് റേഡിയേഷൻ ഇസ് ദ ഹീറ്റ് ഈസ് ദ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് എനർജി ഇൻ ദ ഫോം ഓഫ് വേവ്സ് ഇൻ ഇൻഫ്രാറെഡ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം. All objects above absolute zero radiate heat energy to a greater or lesser extent. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം നമ്മുടെ സണ്ണിൽ നിന്ന് നമുക്ക് എർത്തിലോട്ട് ഹീറ്റ് വരുന്നത് റേഡിയേഷൻ വഴിയായിരിക്കും. അതെങ്ങനെയായിരിക്കും, വേവ്സ് വഴിയായിരിക്കും വരുന്നത്. ഓക്കെ, വേവ്സ് വഴി ഇൻഫ്രാറെഡ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം. All objects above absolute zero temperature radiate heat energy to greater or lesser extent. ഞാൻ പറഞ്ഞില്ലേ കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ, അതിന് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം മെക്കാനിക്കൽ വഴി. ഓക്കെ, മെക്കാനിസം വന്നിട്ട് സോളിഡിലായിരിക്കും നടക്കുന്നത്. ലാറ്റിസ് വൈബ്രേഷൻസ് നടക്കും. എന്നാലേ ഇതിൽ വന്നിട്ട് നേരത്തെ നമ്മൾ നോക്കില്ല ഹീറ്റ് എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നത്, വൈബ്രേഷൻസ് വഴിയാണ്. ഏറ്റവും അറ്റത്ത് ആ റോഡിൻ്റെ ഏറ്റവും അറ്റത്ത് നിന്ന് ഇപ്പുറത്തെ അറ്റത്തോട്ട് വൈബ്രേഷൻസ് വഴിയാണ് നമുക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ലാറ്റിസ് വൈബ്രേഷൻ ഉണ്ട്. പിന്നെ ട്രാൻസ്ഫർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസും വരും. ലാറ്റിസ് വൈബ്രേഷൻ അതിൻ്റെ ഒരു പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആദ്യം വന്നിട്ട് നമ്മൾ ഒരു റോഡിൽ ഹീറ്റ് കൊടുക്കും. ഓക്കെ, ഈ ഹീറ്റ് വന്നിട്ട് ഒരു മോളിക്യൂളിൽ നിന്ന് അടുത്ത മോളിക്യൂളിലോട്ട് ലാറ്റിസ് വൈബ്രേഷൻ വഴിയാണ് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പം ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്ത് ഏറ്റവും അടുത്ത മോളിക്യൂളിലോട്ട് നമ്മൾ കൺവെക്ഷൻ ഏതിലാണ് നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോസ്റ്റ്ലി ലിക്വിഡ് മീഡിയത്തിലായിരിക്കും നടക്കുന്നത്. ഓക്കെ, ഇപ്പോൾ കൊളിഷൻ ഓഫ് മോളിക്യൂൾസും ഡിഫ്യൂഷനും നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു. കൊളിഷൻ ഓഫ് മോളിക്യൂൾസ് പറഞ്ഞില്ല, ഡിഫ്യൂഷനാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ കൊളിഷൻ ഓഫ് മോളിക്യൂൾസിന് അടുത്ത പേര് മോളിക്കുലാർ കൊളിഷൻ ആയിരിക്കും. ഓക്കെ, A lighter energy molecule is collided with a higher energy molecule. The energy is transferred from higher energy molecule to lower energy molecule. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ആ പടം നമ്മൾ കണ്ടപ്പോൾ, പിക്ചർ നമ്മൾ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി അതിൽ മോളിക്യൂൾസ് വന്നിട്ട് ലൈറ്റർ എനർജി മോളിക്യൂൾ ആയിരിക്കും, ഏറ്റവും ഹീറ്റായിട്ടുള്ള മോളിക്യൂൾ. ഇത് വന്നിട്ട് മേളിലോട്ട് പോകും. പക്ഷേ ഹയർ എനർജി മോളിക്യൂൾ വന്ന് താഴോട്ട് വരും. ഓക്കെ, ഇത് വന്നിട്ട് ഒരു ഫിഗറാണ്. ഇത് വന്നിട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇത് ഹീറ്റ് വന്നിട്ട് കൊടുക്കുമ്പം ഈ കണ്ടക്ഷൻ വഴിയായിരിക്കും ആദ്യം നമ്മുടെ വെസലിന് വന്നിട്ട് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് കൺവെക്ഷനിൽ വന്നിട്ട് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത്. അപ്പോൾ അത് ആണിപ്പോൾ നമ്മുടെ പടത്തിൽ കൊടുത്തിരിക്കുന്നത്. ചെറിയൊരു പ്രോബ്ലം നോക്കാം, ഫൊറിയർ ലോ ഓഫ് ഹീറ്റ് കണ്ടക്ഷൻ. അപ്പോൾ ഇതിൽ ആദ്യം തിയറം പഠിക്കാം. അപ്പം ഹീറ്റ് ട്രാൻസ്ഫർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ. ഓക്കെ, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഓക്കെ, Q ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു dt ഡിവൈഡഡ് ബൈ dx. Q എന്ന് പറഞ്ഞാൽ ഹീറ്റ് ട്രാൻസ്ഫർ ആയിരിക്കും. A എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ പെർപെൻഡിക്കുലർ ടു ദ ഹീറ്റ് ഫ്ലെയിം. ഓക്കെ, dt എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആയിരിക്കും. dx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഓക്കെ, dt ബൈ dx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ ഗ്രേഡിയൻ്റ് ആണ്. The time of heat transfer through a material is proportional to the negative gradient in a temperature and area of cross section. Therefore, heat transfer is directly proportional to area into dt by dx. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ നോക്കിയില്ല, ഹീറ്റ് ട്രാൻസ്ഫർ ഒന്ന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ അല്ലേ, അതുപോലെ തന്നെ ഹീറ്റ് ട്രാൻസ്ഫർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ഗ്രേഡിയൻ്റ് ആയിരിക്കും. അപ്പോൾ ഹീറ്റ് ട്രാൻസ്ഫർ രണ്ടും പ്രൊപ്പോർഷൻ ആയതുകൊണ്ട് A ഇൻറ്റു dt ബൈ dx എന്ന് വരും. നേരത്തെ പറഞ്ഞ പോലെ ഇതിനടുത്ത് പ്രോബ്ലമാണ് നോക്കുന്നത്. ഓക്കെ, എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ dt എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആയിരിക്കും. അപ്പോൾ T1 വന്നിട്ട് 50 ഡിഗ്രിയാണ്, T2 വന്നിട്ട് 10 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ T1 മൈനസ് T2 ആണ് dt. അപ്പോൾ 50 മൈനസ് 10 വന്നിട്ട് dt വരും. ഓക്കെ, എങ്ങനെയാണ് 50 മൈനസ് 10 = 40 ഡിഗ്രി വരും. dx വന്നിട്ട് 3 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ dt ബൈ dx വന്നിട്ട് 40 ഡിവൈഡഡ് ബൈ 3 ആയിരിക്കും. ഓക്കെ, ഏരിയ വന്നിട്ട് 5 സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ ക്വസ്റ്റ്യൻ തരുവാണ് 5 സെൻറ്റിമീറ്റർ സ്ക്വയർ ഏരിയ എന്നാണെങ്കിൽ നമ്മൾ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് Q = K ഇൻറ്റു 40 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 5 ആയിരിക്കും. ഓക്കെ, അതിൻ്റെ വാല്യൂ വന്നിട്ട് Q = 66.66 K എന്ന് വരും. K എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം തെർമൽ കണ്ടക്ടിവിറ്റി, കണ്ടക്ഷൻ, ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്, കൺവെക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻറ്റ്, ഫ്ലോ ജോമെട്രി, ambient temperature, dimensionless numbers. ഓക്കെ, ഇനിയിപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഇത് കാണാം. ഓക്കെ, താങ്ക് യു ആൻഡ് ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്.